ഹലോ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ടേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. മെയിനായിട്ടും തക്കാളിയും പിന്നെ ഗോതമ്പ് പൊടി വെച്ചാണ് നമ്മൾ ഈ ഒരു റെസിപ്പി റെഡിയാക്കുന്നത്. അതുമാത്രമല്ല, ജസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നല്ലൊരു സ്പൈസി ചട്നിയുടെ റെസിപ്പിയും കൂടിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ഈ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക. അതിനുശേഷം ഈ റെസിപ്പി നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്യുക. ഇനി നമുക്ക് തുടങ്ങാം. അപ്പം ആദ്യം ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള 4 തക്കാളിയാണ് കഴുകിയെടുത്തിട്ടുള്ളത്. ഇനി ഈ തക്കാളിനെ നല്ല രീതിയിലൊന്ന് അരിഞ്ഞെടുക്കേണ്ടതാണ്. ഒത്തിരി ചെറുങ്ങനെ നമ്മൾ അരിയേണ്ട ആവശ്യമില്ല, കാരണം ഈ ഒരു തക്കാളിനെ ഇപ്പം നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പം ഒരു 4 തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതായത് ഒരു 3 പേർക്ക് കഴിക്കാവുന്ന ക്വാണ്ടിറ്റിയാണ് ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ഡിന്നറായിട്ടും അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഇനി നമുക്ക് ഈ തക്കാളി നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അതിനുശേഷം 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ നെക്സ്റ്റ് ഒരു 1/4 കപ്പ് റവയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ഒരു 1/4 കപ്പ് തൈരും കൂടിയാണ് എടുത്തിട്ടുള്ളത്. തൈര് നന്നായിട്ട് ഉടച്ചിരിക്കണം. പിന്നെ ഫ്രഷ് ആയ തൈരാണ് എടുക്കേണ്ടത്. പഴയതോ അല്ലെങ്കിൽ ഒത്തിരി പുളിച്ച തൈരോ എടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് ആയ തൈരാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ആദ്യം നമ്മൾ ഈ ഒരു തക്കാളിയുടെ പേസ്റ്റ് വെച്ച് തന്നെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം കുറച്ചായിട്ട് നമ്മൾ വെള്ളം ആഡ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഈ ഒരു മാവിൽ കൂടുതൽ വെള്ളം ആഡ് ചെയ്യാനും പാടില്ല, കുറയാനും പാടില്ല. അതിൻ്റെ ആ ഒരു കറക്റ്റ് പാകത്തിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. അതുകൊണ്ട് തന്നെ ആദ്യം ഈ മാവ് നല്ല രീതിയിലൊന്ന് ഉടച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. അപ്പം ആവശ്യത്തിനനുസരിച്ച് വേണം നമ്മൾ കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ. കണ്ടില്ലേ, ഈ ഒരു പാകത്തിൽ വേണം നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാൻ. ഈ കാണുന്നത് ഒരു ഹെൽത്തി റെസിപ്പിയും കൂടി ആയതുകൊണ്ട് കുട്ടികൾക്കും നമ്മൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഈ മാവ് നമുക്ക് ഒരു 10 മിനിറ്റേക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്കും ഇതിന് കൂട്ടാനുള്ള ഒരു നല്ല ടേസ്റ്റി ചട്നി നമുക്ക് റെഡിയാക്കാം. അപ്പം ആദ്യം നമ്മൾ കടല നന്നായി വറുത്ത് അതിൻ്റെ തൊലി കളയണം. അതിനുശേഷം ഈ കാണുന്ന ഐറ്റംസാണ് ചട്നിക്കായി നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഗ്രൈൻഡ് ചെയ്യാനായിട്ട് നന്നായി വറുത്ത് തൊലി കളഞ്ഞിരിക്കുന്ന കടല എടുക്കാം. അതിനുശേഷം ഒരു സവോളയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഒരു തക്കാളി, ഒരു 6 വെളുത്തുള്ളി, പിന്നെ ഒരു 4 കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 2 പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എരിവ് കൂടുതൽ വേണമെങ്കിൽ 3 പച്ചമുളക്, പിന്നെ തേങ്ങ, അതിൻ്റെ കൂടെ കുറച്ച് ജീരകവും, പിന്നെ കുറച്ച് ഉപ്പും, അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നമ്മുടെ ചട്നി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്കിനി കുറച്ച് കടുകും കറിവേപ്പിലയും പിന്നെ ജീരകവും ഇട്ട് വറുത്തിടാം. അപ്പം കണ്ടില്ലേ, നല്ലൊരു ടേസ്റ്റിയായ ചട്നി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചട്നി നമുക്ക് ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. നല്ലൊരു ടേസ്റ്റിയായ ചട്നിയാണ്, നിങ്ങളും ട്രൈ ചെയ്യണം. അപ്പം നമുക്കിനി ഒട്ടും വൈകിക്കാതെ നമ്മുടെ അപ്പം റെഡിയാക്കാം. ഇതിലേക്ക് നമുക്കിനി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവോള ആഡ് ചെയ്യാം. അതിനുശേഷം ഒരു 1/2 തക്കാളി അരിഞ്ഞെടുത്തത്, പിന്നെ കുറച്ച് മല്ലിയില, ഒരു പച്ചമുളക്, അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇതൊക്കെ ഇട്ട് നല്ല രീതിയിൽ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മുടെ മാവ് നല്ല രീതിയിലൊന്ന് സെറ്റായിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കറക്റ്റ് പാകത്തിന് വേണം നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഇനി ഒട്ടും വൈകിക്കാതെ ഓരോന്നായി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പം പാൻ നല്ല രീതിയിൽ ചൂടായതിന് ശേഷം ജസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഓയിൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. അതിനുശേഷം നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മാവ് ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കണം. അതായത് ഒരു അപ്പത്തിൻ്റെ ആ ഒരു ചെറിയ ഷേപ്പിൽ നമ്മൾ 3 or 4 വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്, ഒരേ ട്രിപ്പിൽ തന്നെ. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ വേവിക്കാനായിട്ട്. നല്ല രീതിയിലൊന്ന് മൂടി വെച്ച് വേണം വേവിക്കാൻ, കാരണം അപ്പം ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കും വേവാനായിട്ട്.
കണ്ടില്ലേ, ഒരു വശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മറുവശത്തേക്ക് തിരിച്ചിടാം. അപ്പം മറ്റൊരു വശം കൂടി നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യണം. എന്നാലേ അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ വെന്ത് കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തിയായ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. അതുമാത്രമല്ല അതിൻ്റെ കൂടെ സ്പെഷ്യലായ നമ്മുടെ ചമ്മന്തിയും കൂടി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി നിങ്ങൾ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. അതുമാത്രമല്ല ഏറ്റവും ഹെൽത്തിയായ ഗോതമ്പ് പൊടിയും തൈരും വെജിറ്റബിൾസും ഒക്കെ ഇട്ടിട്ടാണ് ഈ ഒരു റെസിപ്പി റെഡിയാക്കിയിട്ടുള്ളത്. തൈരാവട്ടെ പിന്നെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും വളരെ ഫ്രഷ് ആയിട്ടുള്ളതാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് കഴിക്കുമ്പോൾ തന്നെ. അപ്പം എന്തായാലും നിങ്ങളും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. വീണ്ടും ഒരു ടേസ്റ്റി ആയ റെസിപ്പിയുമായിട്ട് നിങ്ങളുടെ മുന്നേ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.